ക്രിസ്മസ് രാവിനെ വരവേൽക്കുകയാണ് നാടെങ്ങും. ഇപ്പോൾ എ കെ അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. എ കെ അഭിലാഷ്, ഇപ്പോൾ കോഴിക്കോടത്തെ ഒരു ആഘോഷ രീതി എങ്ങനെയാണ്? ക്രിസ്മസിന്റെ ആ ഒരു മുഴുവൻ വൈബും കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എത്തരത്തിലാണ് വിപണികളൊക്കെ പുരോഗമിക്കുന്നത്? എല്ലാ ലക്ഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ ആഘോഷങ്ങളും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ CSI പള്ളിക്ക് മുന്നിലാണ്. നമുക്കറിയാം, വലിയ തരത്തിൽ ദീപാലങ്കാരങ്ങൾ ഒരുക്കി, നക്ഷത്രങ്ങൾ തൂക്കി, പുൽക്കൂടുകൾ ഒരുക്കി, അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് ട്രീ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആഘോഷ പരിപാടികളിലേക്ക് ഈ ക്രിസ്തുമത വിശ്വാസികളും അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള ലോകത്തുള്ള എല്ലാവരും ഈ ആഘോഷത്തെ മതേതര ജനാധിപത്യ ആഘോഷമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. അതിൻ്റെ എല്ലാ വൈബും നമുക്കിവിടെ തന്നെ പ്രകടമായി കാണുന്നുണ്ട്. നമുക്കിന്ന് നേരത്തെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിഠായി തെരുവിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് കടപ്പുറത്തേക്കും വലിയ തരത്തിലുള്ള ആളുകൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെ ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി തന്നെ പള്ളികളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആഘോഷ പരിപാടികൾ, കലാപരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികളിലേക്ക് പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ കടക്കുന്നത്. പാതിരാ കുർബാനയുണ്ട്. ഏതാണ്ട് 9 മണി 10 മണിക്ക് ശേഷമായിരിക്കും അത്തരത്തിൽ പള്ളികളിലെ ചടങ്ങുകൾ നടക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, കുട്ടികളുമായുള്ള ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്ത്യൻ പള്ളികളിലും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ ക്രിസ്തുമസിൻ്റെ വരവ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി മുതൽ ഈ 25-ാം തീയതി വരെ പലരും, ഈ പ്രായമായവരും അല്ലാത്തവരും ഒക്കെ ഈ ആഘോഷ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഉള്ള പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ക്രിസ്തുമസ് വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ ആഘോഷ പരിപാടികൾക്കൊപ്പം തന്നെ ഈ അപ്പം ഇല്ലാത്തവന് അപ്പം നൽകുകയും അതോടൊപ്പം തന്നെ സമാധാനമില്ലാത്തവന് സമാധാനം നൽകാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുകയും ചെയ്തു. ഈ പള്ളിക്ക് കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ CSI പള്ളിക്ക് പിൻവശത്ത് വിധവകൾക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളുമായിട്ടാണ് പള്ളികളൊക്കെ മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ, സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആഘോഷ പരിപാടി. നമുക്കറിയാം, സ്റ്റേജിലേക്ക് നോക്കിയാൽ കാണാൻ ചെറിയ കുട്ടികളടക്കം ഈ പരിപാടിയുടെ ഭാഗമായി സ്റ്റേജിൽ ആടി തിമിർക്കുന്നു. ഇത്തരം ആഘോഷ പരിപാടികളിലേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നാടും നഗരവും ഒക്കെ ഇതിനുവേണ്ടി ഒരുങ്ങുകയാണ്. രാത്രി 9 മണിയോടുകൂടിയായിരിക്കും പാതിരാ കുർബാനകൾ നടക്കുക. അതിന് മുന്നോടിയായുള്ള പരിപാടികളാണ് പല പള്ളികളിലും ഇപ്പോൾ തന്നെ നടക്കുന്നത്. പാതിരാ കുർബാന നടക്കുന്നതിന് മുമ്പായി തന്നെ നഗരങ്ങളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുർബാനയ്ക്ക് പുറമേയുള്ള മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കരോളുകളുണ്ട്, അതോടൊപ്പം തന്നെ സാന്റാക്ലോസുകൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അഭിലാഷ്, കോഴിക്കോടിനെ സംബന്ധിച്ച് എല്ലാ ആഘോഷങ്ങളും ഒറ്റക്കെട്ടോടെ എടുക്കുന്ന, ഒരുമയോടെ എല്ലാ ആഘോഷങ്ങളും കൊണ്ടുപോകുന്ന ജനങ്ങളാണ് കോഴിക്കോട് നഗരത്തിലുള്ള. അപ്പോൾ ഈ നഗരത്തിലെ എത്രത്തോളമായിരുന്നു വിപണികളിലുള്ള തിരക്ക്? ഇപ്പോൾ കൊച്ചു കുട്ടികളടക്കം ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് തന്നെയാണ്. എല്ലാ മതവിശ്വാസികളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏത് വിഭാഗത്തിൻ്റെ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ആഘോഷങ്ങളായാലും അതിനൊപ്പം ചേർന്ന് മുന്നോട്ട് വരുന്ന കാര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളൊക്കെ എല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത് ഒരു പൊതുവായി ജനകീയ വിഷയമായി അല്ലെങ്കിൽ ജനകീയ ആഘോഷമായി കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാറ്. അത് ഇന്നും നമ്മൾ കണ്ടു. കോഴിക്കോട്ടെ മിഠായി തെരുവിലൊക്കെ നമ്മൾ കണ്ടു നിരവധി ആളുകൾ ഈ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നഗരങ്ങളിലേക്ക് ഒഴുകി വരുന്നത്. ബീച്ചിൽ നമ്മൾ കണ്ടു നിരവധി കുടുംബങ്ങളായി തന്നെ ഇത്തരത്തിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഈ ക്രിസ്തുമത വിശ്വാസികളുടെ മാത്രം ഇത് തങ്ങളുടെ കൂടി ആഘോഷമായി കൊണ്ടു നടക്കാനുള്ള ഒരു വലിയൊരു കഴിവ്, അത്തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഓണമായാലും പെരുന്നാളായാലും വിഷു ആയാലും ക്രിസ്തുമസ് ആയാലും അത് തങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാനാണ് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ പള്ളിക്ക് മുന്നിൽ തന്നെ വലിയ തരത്തിൽ ദീപാലങ്കൃതമായി തന്നെ നിൽക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയ വെളിച്ചത്തിൻ്റെ ഒരു സന്ദേശം നൽകാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സത്യ വെളിച്ചം
വെളിച്ചം ക്രിസ്തുവിലൂടെ ആണ് എന്നാണ് ഈ ക്രിസ്തുമത വിശ്വാസികൾ ഒരു വിഭാഗങ്ങളിലും പറയുന്നത്. ആ സത്യവിശ്വാസം വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ചെറിയ കുട്ടികളടക്കം ഈ ആഘോഷ പരിപാടികളിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇത്തരം പള്ളികളിലേക്ക് എത്തുന്നു. ഇന്ന്